അപ്പോൾ നമ്മൾ ഇടുക്കിയിൽ വന്നിട്ട് 8 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് JCB സെറ്റായി കിട്ടിയത്. അപ്പോൾ മഴയും കാരണമൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. JCB ഒന്ന് പണി തുടങ്ങിയിട്ടുണ്ട്. JCBയുടെ വർക്ക് കഴിയാതെ നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ എനിക്കെന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇന്ന് ഫുൾ ഓഫ് തന്നെയാണ്. അപ്പോൾ ഞാനും ആദ്യം കൂടിയിട്ട് ആദ്യം പറഞ്ഞു ഇവിടെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്, എന്നിട്ട് അവൻ എന്നെ കൂട്ടിയിട്ട് പോവുകയാണ്. ആണോ? ആദ്യൻ്റെ വീട്ടിലൊക്കെ കുടിക്കാൻ വെള്ളം എടുക്കുന്ന കിണറാണ്. ഇതാണ് ആ കിണർ. കണ്ടോ? നമ്മളെ മലപ്പുറത്ത് അത്ര ആഴമൊന്നുമില്ല കേട്ടോ, ഏകദേശം ഒരു 4-5 അടി ആഴം അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് ഓഫായത് കൊണ്ട് തന്നെ ഇവിടെ ചുറ്റി നടന്ന് നോക്കുന്ന കാണണം. ആ കാണുന്നതാണ് നമ്മുടെ മൊട്ടക്കുന്ന്. ഇതുവഴി ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു കാടാണ്, പിന്നെ അതുപോലെ തന്നെ തേയിലക്കാടൊക്കെ ആയിട്ട്. ഇവിടെ കിണറുണ്ടെന്ന് പറഞ്ഞ് ആടെല്ലാം കാണിക്കാൻ കൊണ്ടുപോവാണ്. ആണോ? അതൊരു പ്രത്യേകത ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. എവിടെയൊക്കെ ചൂടുവെള്ളമാണെങ്കിലും ഇത് നല്ല തണുപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് അമ്മാവ ഉണ്ടാക്കിയൊരു വീടാണ് അതൊക്കെ കാണിച്ചത്. ഇത് ഏലല്ലേ? ഏലം ഇതാണ് ഏലം. ഒരു പാകമായ ഏലം പറിച്ചിട്ട് അതിന്റെ വിത്തെടുത്ത് എനിക്ക് തരികയാണ് ആദ്യം. ആണോ? അപ്പൊ അതാരെ പറഞ്ഞു കൊടുത്താവോ? അങ്ങനെ ആരാ പറഞ്ഞു കൊടുത്താവോ ഈ ഏലക്കായ കഴിച്ചാ മതിന്ന്? നീ പറഞ്ഞു കൊടുത്തോ? വീടിന്റെ പുറകിലായിട്ട് ഒരു ചായക്കോളുണ്ട്, അതിന്റെ അവിടെ കൊണ്ടുവന്ന് ബിയർ വെച്ചിട്ട് ഓരോ പോകുമ്പോഴും ഓരോരോ ഇതായിട്ട് കുടിക്കുക കഴിക്കുക. ഞാനൊരു തവണ ഇത് കണ്ടു, കുടിച്ചിട്ട് വരുന്നു. അപ്പൊ എന്നിട്ട് ഇത് കുടിച്ചതിന് ശേഷം ഏലക്കായ എടുത്ത് ചാക്കും. അപ്പൊ മണം അടിക്കില്ലല്ലോ. കുറച്ച പോയേക്കാം ചുമ്മാ ഇവിടെ നിന്നല്ലേ, അങ്ങോട്ടാണല്ലേ. ഇത് കാപ്പിയാണോ? ഇത് ഇതിനു വേണ്ടി, ഏലത്തിന് വേണ്ടി. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏലം നടുന്നവർക്ക് കൊതുകടിയുടെ ഏലം നടുന്നവർക്കോ? അതെന്നാ കൊതുകുണ്ടാവോ? ആദ്യം പറയുന്നത് എന്താ വെച്ചാല്, ഏലം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് കൊതുകടിയുടെ ആഘോഷമായിരിക്കുന്നതാണ്. കാരണം അത്രയും കൊതുക് തിങ്ങി താമസിക്കും ഇതിലെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിലെ പോയാൽ അതിലിറങ്ങാൻ പറ്റുമോ? അതിലിറങ്ങാൻ പറ്റൂലല്ലോ. അതിലെ നമ്മളെ JCB വന്നവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഷൂ ഇട്ടിട്ട് വരണം അല്ലേ, അട്ട കടിക്കാതെക്കാൻ. കടിക്കല്ലേ? അങ്ങനെ കാട്ടിലൂടെ ഞങ്ങൾ ഇങ്ങനെ വന്ന് തേയിലക്കാട്ടിൽ എത്തിയിട്ടുണ്ട്. ആണോ? എവിടെ? വലുതാണോ?
മറ്റേ ഇതാണ് 15. അവിടെ കൊണ്ടുവരാന് അതെന്നാ ഇതാണോ കുളം? മരിച്ചിട്ടുണ്ടോ? ആണോ? ഇങ്ങനെ പുറകിലേക്ക് നീന്തിട്ട് എന്നിട്ട് അവിടെ വന്നിട്ട് ഇങ്ങനെ കിടന്ന് എന്തോ നീന്തിയത് ശരിയായില്ലെന്ന് തോന്നുന്നു. ഇനിയങ്ങ് പോയി ചേരനകത്ത് കാല് കുടിഞ്ഞിട്ട് അതെന്നെ പേരൊക്കെയാണോ വീണ് കിടക്കുന്നത്? വേനലായതുകൊണ്ട് കുളത്തിലെ വെള്ളമൊക്കെ വറ്റി നിൽക്കുകയാണ്. അപ്പൊ ആദിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയൊന്നുമില്ല? ആദിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയില്ലേ? യാ വളരെ വിദഗ്ധമായിട്ടാട്ടോ ആദ്യ പേരൊക്കെ എഴുതി വീഴ്ത്തുന്നത്. അവിടെ ആയിരുന്നോ? സൂപ്പർ മധുരം. ആരുടെ എസ്റ്റേറ്റിന്റെ ആണോ? എസ്റ്റേറ്റിന്റെ ആണോ? പേരൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെയും യാത്ര പോവാണ്. വീണിട്ടുണ്ടോ? എങ്ങനെ? എന്നിട്ട് എങ്ങനെ കേറി വന്നു? എല്ലാവരും പറയും ഇതിന്റെ മണ്ടി നമ്മളല്ലേ പേരക്കിഴക്ക് ഇവിടെ നിറയെ പേരക്ക കാടാണല്ലേ? ഭാഗത്ത് നിറയെ പേരക്ക മരങ്ങളാണ് കേട്ടോ. അതിലൊക്കെ നിറയെ പേരക്ക കാഴ്ച നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പോകാൻ പറ്റുമോ? ഇങ്ങനെ അങ്ങോട്ട് പോവാ? തിരിച്ചു പോകാൻ പറ്റുമോ? ഇതിലെങ്ങോട്ടാ നീ? കാട് പോലെ അല്ലേ? ഇവിടുത്തെ പല കാടിനും അങ്ങനത്തെ ഫീലുണ്ട്. നമ്മളെ JCB ചെയ്യുന്ന പറമ്പില്ലേ, അതിന്റെ ഇപ്പുറത്തെ പറമ്പല്ലേ, അതിനവിടെ കയറി പോകാൻ നോക്കണം. മുള്ളമണ്ണൊക്കെ കുത്തിയിട്ടേക്കുന്നു. മുള്ളമണ്ണി മുള്ളമണ്ണില്ലേ, അവിടെ മണ്ണ് കുത്തി. മുള്ളമ്പന്നിയുടെ മുള്ളൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ?